സുഹൃത്തുക്കളെ താണ്ടെ നമ്മൾ അളിയന്മാരെ എന്തൊക്കെയുണ്ട് സുഖമാണോ? താണ്ടെ രാവിലെ നമുക്ക് വന്നേക്കുന്ന 2 ലോഡ് സാധനമാണ്. ഒരു വണ്ടിക്കകത്ത് മൊത്തം പച്ചക്കറി തൈകളും അതേപോലെ തന്നെ രണ്ടാമത്തെ ഈ വണ്ടിക്കകത്ത് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയ പ്ലാവ്, വലിയ മാവ്, വലിയ കുറേ വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ആശ്രമം മൈതാനത്തേക്ക് കൊണ്ടുവന്നതാണ്. ഒരു ഫുൾ ലോഡല്ല 2 ലോഡ് സാധനം ഇന്ന്, അതായത് 27-ാം തീയതി രാവിലെ, അതായത് എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരുന്നു. ഇന്നലെ ആയിരുന്നു സംഭവിച്ച സമയം താമസിച്ച് ലോഡ് എടുക്കാൻ വേണ്ടി പോയിരുന്നായിരുന്നു കേട്ടോ. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ മാവ്, ചക്കയുള്ള പ്ലാവ്, അതുപോലെ തന്നെ മാങ്ങയുള്ള മാവ് വെറൈറ്റികൾ, അതായത് കോട്ടുകുണം മാവ്, അതുപോലെ കലപ്പാടി മാവ്, ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സമയം പോലെ വായോ, നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങും. ഇതിനകത്തൊരു നമ്പർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് വിളിച്ച കാര്യം. ഒരുപാട് പ്ലാനുകളില്ല ഈ ഒരു ഫുൾ ലോഡ് സാധനത്തോണ്ട് അത്രയും പൊക്കത്തിൽ ലോഡാക്കി വന്നേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റുള്ള വലിയ പ്ലാന്റുകൾ ഇഷ്ടംപോലെ, മരങ്ങൾ തിരക്കി ഇറക്കുന്നവർക്ക് തന്നെ മരങ്ങൾ, ഒരു ലോഡ് മരങ്ങൾ കൊണ്ടുവന്നുണ്ട്. അതുപോലെ പച്ചക്കറികളൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്നുണ്ട്. അതിന് അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം കൂടിങ്ങുമായോ നമുക്ക് ഈ ലോഡ് ഇറക്കുന്ന നമുക്കൊന്ന് കാണാം. അന്നേരം വാ. ഏതാണ്ട് വലിയ മാവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 അടി പൊക്കത്തിൽ വലിയ നിറച്ച് പൂവും മാങ്ങയായിട്ടുള്ള മാവ്, അതേപോലെ തന്നെ താണ്ടെ വലിയ കൂട്ടുകുണം മാവിൻ്റെ വലിയ മരങ്ങൾ. താണ്ടെ താടി തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഏകദേശം ഒരു 8 അടിയൊക്കെ പൊക്കത്തിൽ നല്ല ബുഷായിട്ടും ബോർഡ് കായോടുകൂടി ഇരിക്കുന്ന കുറേ വെറൈറ്റി പ്ലാന്റുകൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ താണ്ടെ അകത്തോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഹൈറ്റിലുള്ള മാവാന്ന് നോക്കി. നല്ല അടിപൊളിയായിട്ട് പൂത്തും മറിഞ്ഞ് നിൽക്കുന്ന മാവുകൾ, അതേപോലെ തന്നെ പ്ലാവ് വെറൈറ്റികൾ, ചക്കയുള്ള പ്ലാവ്, അതുപോലെ ചൈനീസ് ഓറഞ്ച്, മിറാക്കിൾ ഫ്രൂട്ട്, അതേപോലെ തന്നെ കുടംപുളിയൊക്കെ ഉണ്ട്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ആശ്രമ മൈതാനത്താണ്. വന്നു കഴിഞ്ഞാൽ നോക്കിയിട്ട് മനസ്സിലാക്കി വാങ്ങാം കേട്ടോ. സുഹൃത്തുക്കളെ താണ്ടെ ഇപ്പം വന്നേക്കുന്ന ലോഡിനകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് അറിയണ്ടേ? താണ്ടെ നല്ല വലിയ മരങ്ങളെ താണ്ടെ ഏകദേശം ഒരു 6 അടി പൊക്കത്തിലുള്ള കോട്ടുകുണം മാവ് വിത്ത് ഫ്ലവർ, താണ്ടെ മാങ്ങയുള്ള മാവ്, താണ്ടെ വലിയ പൂവോട് കൂടിയിട്ടാണ്ടെ ട്രെയിൻ ചെയ്ത മാവേ. ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങളെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിറച്ച് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കായ്പ്പിക്കാൻ വേണ്ടി തന്നെ കാണാൻ പറ്റുന്നുണ്ടോ? തല മാത്രം. അന്നേരം താണ്ടെ നോക്കിയത് മാങ്ങയുള്ളത്, താണ്ടെ മാങ്ങ പിടിച്ചെടുക്കാൻ നോക്കിയത് നല്ല അടിപൊളി മാങ്ങയോട് കൂടിയിട്ടുള്ള മാവ്. അതേപോലെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. താണ്ടെ കുടംപുളി ഇരിപ്പുണ്ട്. താണ്ടെ ചൈനീസ് ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റ്, വലിയ മരങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് ഉണ്ട്. അതെല്ലാം ഇറങ്ങും നമുക്ക് കാണണം. അതിന് വായോ, ആശ്രമം മൈതാനമാണ് ലൊക്കേഷൻ വന്നിട്ട്. ചൈനീസ് ഓറഞ്ചിൻ്റെ കായോട് കൂടിയിട്ടുള്ള വലിയ മരം നിറച്ച് കായോട് കൂടിയിട്ടുള്ള, നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി പിഴിഞ്ഞ് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൈനീസ് ഓറഞ്ച്. അതേപോലെ തന്നെ താണ്ടെ പൂവോട് കൂടിയിട്ടുള്ള മാവ്. എടുത്തോ മൊത്തം ഇറക്കാനുള്ളതാണ്. അതിന് താണ്ടെ ഒരു ഫുൾ ലോഡ് സാധനം ആശ്രമം മൈതാനത്താണ്. ആശ്രമം മൈതാനത്ത് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് സുഖമാണോ അണ്ണാ? എന്തുകൊണ്ട് സുഖമാണ്. എത്ര കൊല്ലം കൊണ്ട് നമ്മൾ അറിയാണ പറയണ? എത്ര കൊല്ലം? എത്ര കൊല്ലമായി കാണുന്ന ആണല്ലോ ഇല്ലേ രായണ്ണ? എത്ര കൊല്ലമായെന്ന് പറഞ്ഞുതരാം. എന്നാലും ഏകദേശം 40 വർഷം. അണ്ണാ എത്ര വയസ്സുണ്ട്? എനിക്ക് 52 വയസ്സ്. 52. 40 വർഷമായിട്ട് അറിയാം അല്ലേ? ചെടിയൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് വയ്ക്കുന്നു. അടിപൊളിയല്ലേ? എല്ലാം സൂപ്പറാ. അടിപൊളിയാണല്ലേ? സന്തോഷമുണ്ട്. അന്നേരം കാണാം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെടികളൊക്കെ വന്നിട്ടുണ്ട്. ആശ്രമം മൈതാനത്താണ് ലൊക്കേഷൻ വന്നിട്ട്. ഓക്കെ അടിപൊളി. താണ്ടെ കുടംപുളിയെ നല്ല അടിപൊളി കുടംപുളി കുറച്ച് കൊണ്ടുവന്നിട്ട്. ഡബിൾ സീസൺ കുടംപുളിയുണ്ട്, സിംഗിൾ സീസൺ കുടംപുളിയുണ്ട്. താണ്ടെ ഫുള്ള് കുടംപുളിയുടെ മരങ്ങൾ, താണ്ടെ നല്ല സൈസിലുള്ള പ്ലാന്റുകൾ. താണ്ടെ ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റാണ്. താണ്ടെ നോക്കി അത് പാടം നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോട്ടുപൊളി. നമുക്കൊരു ആദായം കൂടിയാട്ടോ. ആദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളവും വെയിലും ഒക്കെ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ആദായം കൺഫേം ആയിട്ട് കിട്ടും. മറ്റൊന്നുമല്ല, കൊക്കം ഓയിൽ ഏറ്റവും വില കൂടിയ സാധനമാണ് കൊക്കം ഓയിൽ. നമ്മളിപ്പം അതിൻ്റെ നീരൊക്കെ ഊറ്റി എടുത്തതിന് ശേഷമുള്ള ബാക്കി പിണ്ടിയാണ് നമ്മളെല്ലാം കൂടെ കഴിക്കുന്നത് മീൻകറിയിൽ. നമ്മളെ കൊല്ലംകാരെ സംബന്ധിച്ച് കുടംപുളി ഇല്ലാത്ത ഒരു കറി പാടാണ് മീൻകറി. അന്നേരം താണ്ടെ ഇതേപോലെ തന്നെ നല്ല അടിപൊളി കുടംപുളി പ്ലാന്റ് നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കായ്പ്പിക്കാൻ പരുവത്തിലുള്ള വലിയ കുടംപുളി പ്ലാന്റ്. അതേപോലെ തന്നെ താണ്ടെ അതിനടുത്ത് ആ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചോ. J33 പ്ലാവിൻ്റെ വലിയ പ്ലാന്റ് J33 ഉണ്ട്. അതുപോലെ തന്നെ എവിആർക്ക് പ്ലാവ് ഇരിപ്പുണ്ട്. താണ്ടെ J33 സൈസ് നോക്കി, നല്ല കരുത്തുള്ള പ്ലാന്റ്. ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം സൈസുള്ള J33 പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചൈന ഡോൾ മേളിൽ ഇരിക്കുന്ന, അതേപോലെ തന്നെ മൽഗോവ മാവ്, മല്ലിക മാവ്, അതേപോലെ തന്നെ കോട്ടുകുണം ചെങ്കവരിക്ക മാവ്, അതേപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ. അബിയു നല്ല സൈസ് അബിയു പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താണ്ടെ എവിആർക്ക് എത്ര അടി പൊക്കാന്ന് നോക്കി. എവിആർക്കിൻ്റെ പ്ലാവ്. എവിആർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പം കിട്ടുന്നതിൽ ഏറ്റവും രുചിയുള്ള വരിക്കച്ചക്ക എന്നറിയപ്പെടുന്ന എവിആർക്ക് പ്ലാവ്. അതുകൊണ്ട് J33 ആ വണ്ടിക്കകത്തോട് നമുക്ക് 2ാം കുറ്റി നേഴ്സിലോട്ട് കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആശ്രമ മൈതാനത്ത് മാത്രമല്ല, അതിന് സംശയമുള്ളവർക്കെല്ലാം അതിനകത്ത് നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിനകത്ത് താണ്ടെ ഒറ്റ ബട്ടൺ ക്ലിക്ക് നേരെ കോൾ ചെയ്യുക, വന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാം. ഓക്കെ. താണ്ടെ എവിആർക്ക് അത് വീട്ടിലാവും. ഓക്കെ. താണ്ടെ
ഫുൾ ലോഡ് സാധനമാണേ. അതെ കുറച്ച് പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഇത്ര ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നല്ല അടിപൊളി പ്ലാവ്. ഇതാണ്ട് എ വി ആർക്ക് അടുത്തത് എവിടെ ഒരെണ്ണം അവിടെ കൊടുത്തല്ലേ. അടുത്ത പ്ലാവ് എ വി ആർക്ക് പ്ലാവേ. അടുത്ത എ വി ആർക്ക് പ്ലാവ്. ഇത് ഫുള്ള് പ്ലാവ് കേട്ടോ, ഫുള്ള് പ്ലാവ് വെറൈറ്റികളെ. മലയാള നീ അവിടെ ചെന്നാൽ ഓട്ടോയ്ക്കകത്ത് ഇറങ്ങിയ ബൊഗൈൻവില്ല ഇറക്കി. ബൊഗൈൻവില്ല കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആശ്രമ മൈതാനത്താണ് ബൊഗൈൻവില്ല പ്ലാന്റ് കൊണ്ടുവന്നിട്ട്. തെറ്റി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തെറ്റി നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള വലിയ തെറ്റി ഇറക്കുന്നവർക്ക് താണ്ടേ ഇനി ആ ഓട്ടോയ്ക്കകത്ത് കുറച്ച് ബൊഗൈൻവില്ല വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കിയാലോ. അതേപോലെ കോഞ്ചിയ പൂക്കൾ നമ്മളിവിടെ ആശ്രമത്തിരിക്കുന്ന പ്ലാന്റാണ് കോഞ്ചിയ പൂക്കൾ. അതേപോലെ തന്നെ യുജീനിയ പ്ലാന്റ് അതുപോലെ ബൊഗൈൻവില്ലകളെ താണ്ടേ ഇത്ര എന്തോ ഡാലിയ ഇരിക്കും നോക്കിയാൽ ഡാലിയ പ്ലാന്റ് അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ താണ്ടേ പിച്ചകത്തിൻ്റെ പ്ലാന്റ് ഇപ്പം വന്നതാണ്. പിച്ചകത്തിൻ്റെ പ്ലാന്റ് താണ്ടേ ബൊഗൈൻവില്ലകളെ താണ്ടേ ഒരു ഓട്ടോ നിറച്ച് നമ്മളെ പൂവുള്ള നമ്മളെ ബൊഗൈൻവില്ല പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താണ്ടേ ഹൈബ്രിഡ് വെറൈറ്റിയുടെ തൈകൾ താണ്ടേ മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. കവറിലുള്ള പ്ലാന്റ് തിരക്കി കിടക്കുന്നവർക്ക് നേരെ ഇനി വന്നാൽ നോക്കിക്കൊണ്ട് മനസ്സിലാക്കി വാങ്ങാം. കമേലിയ താണ്ടേ പൂത്തിരിക്കുന്ന നോക്കി. കമേലിയ താണ്ടേ ഫ്ലവർ ചെയ്തിരിക്കുന്ന കമേലിയെ. അന്നേരം താണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വെറൈറ്റി പ്ലാന്റുകൾ നല്ല അടിപൊളിയായിട്ട് പൂത്തിരിക്കുന്നത്. നിക്കോടി ഇരിക്കുന്നത് നോക്കുവായി. 1 ലക്ഷം പൂന്ന് ചുമ്മാ പറയുന്നതല്ല, ഒരു ഒറ്റ ചട്ടി ചെടിയാണ്. അത് നോക്കി എന്തുമാ പൂ തട്ടിക്കളയല്ലേടാ അവനെ. ഇതാണ്ടേ നിക്കോഡിയ പൂത്ത് മാറിഞ്ഞ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന നോക്കിയതാ. അടിപൊളി പ്ലാന്റ്. നിക്കോഡിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ്, ചെറിയ പ്ലാന്റ് ഇരിപ്പുണ്ട്. തീരും മുമ്പ് വന്ന് വാങ്ങാം. താണ്ടേ നിക്കോഡിയ. ഗോൾഡൻ കാസ്കറ്റ് ഇരിക്കുന്ന നോക്കിയാൽ ഗോൾഡൻ കാസ്കറ്റ് നിറച്ച് പൂവോട് കൂടിയിട്ട് തൈകളുണ്ട്. അതിന് വിങ്കാ റോസിൻ്റെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ അന്നേരം നമുക്ക് താണ്ടേ അടുത്ത സാധനം എന്താ ഇറക്കാൻ വേണ്ടി പോകണമെന്ന് കണ്ട 27-ാം തീയതി രാവിലെയാണേ കൊണ്ടുവന്നേക്കുന്നതാണ്. ഒരു മിനിറ്റ് ചെയ്യാൻ സൈഡിലോട്ട് തന്നെ താണ്ടേ ചൈന ഡോളെ വലിയ ചൈന ഡോള്. ഒന്നല്ല 2 നോക്കി അതിൻ്റെ സൈസ് നോക്കി, മരത്തിൻ്റെ സൈസ് നോക്കി. നോക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന് താണ്ടെ ഇതേപോലെ സെറ്റായിട്ടുള്ള ഒരുപാട് മരങ്ങൾ തിരക്കി കിടക്കുന്നത് വീടിനെയൊക്കെ ഭയങ്കരമായ മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചൈന ഡോളിൻ്റെ വലിയ മരങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. യുജീനിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് താണ്ടെ ഇതൊക്കെ നമുക്ക് കൊണ്ട് വയ്ക്കാം. ഇനി ഇറക്കാറുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇറക്കാറുണ്ട്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ കേട്ടോ. അതിന് ഇനി ഇറക്കാനുള്ള എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പിടിച്ചോ അയ്യോ മറിഞ്ഞു വീഴല്ലേ പിടിച്ചോണേ. അന്നേരം താണ്ടെ ചൈന ഡോൾ വീണ്ടും താണ്ടെ അടുത്ത സൈസിൽ മേള് തട്ടും സൈസ്. ഓക്കെ ചരിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ അത് തട്ടും. ഓക്കെ അതേപോലെ തന്നെ താണ്ടെ യുജീനിയയുടെ വലിയ പ്ലാന്റ് കേട്ടോ, നല്ല അടിപൊളി വലിയ പ്ലാന്റുകൾ. ചെറിയ ഏരിയയിലല്ല വലിയ ഏരിയയിലായിട്ട് വെക്കാൻ വേണ്ടി ഒരിക്കലും ചെറിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഏറിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ട മൂട്ടാൻ മരം അങ്ങോട്ട് നോക്കിയതാ. നല്ല അടിപൊളി മരങ്ങൾ തിരക്കിയെടുക്കുക. ഇതെന്തോ ഇത് കാവടി ഉള്ളി പോവാന്നല്ലേ, കാവടി ഉള്ളി പോകുന്നതാണ് കാണാനല്ലോ. ഓരോ മരങ്ങൾ. പോട്ട് എടുത്തോ ആ സൈഡിലോട്ട് പോട്ട്. താണ്ടെ ആ പ്ലാന്റ് നോക്കിയതാ, എത്ര സൈസ് നോക്കിയതാ. അയ്യോ പതുക്കെ മുട്ട മരം കേട്ടോ. താണ്ടെ സൈസ് മരം. താണ്ടെ അടുത്തതാ കണ്ടടാ. ഒറ്റയ്ക്ക് എടുത്തോണ്ട് വേണ്ട അങ്ങോട്ട് പിടി അങ്ങോട്ട്. താണ്ടെ അടുത്ത മരം താണ്ടെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഓർഡർ വരുന്ന സാധനമാണേ. താണ്ടെ സൈസ് നോക്കി, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സൈസിലുള്ള വേരിഗേറ്റഡ് യുജീനിയ പ്ലാന്റ്. അടിയിൽ പച്ചപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പുൽത്തകടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെക്കാനായിട്ട് സൂപ്പറായിരിക്കും കേട്ടോ. അതിന് ഇടയ്ക്കൊന്ന് വെക്കുകയോ അല്ലെങ്കിൽ മൗണ്ട് ഉണ്ടാക്കിയിട്ട് വെക്കാനായിട്ടൊക്കെ നല്ല രസമായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. വലിയ മരം. ആ ഏരിയ തന്നെ നിറഞ്ഞല്ലേ, അടിപൊളി പ്ലാന്റ്. സുഹൃത്തുക്കളെ താണ്ടെ നമ്മൾ ഐറ്റം വന്നിട്ടുണ്ട്. താണ്ടെ ചക്കയുള്ള പ്ലാവ് ഒരുപാട് പേര് തിരക്കുന്നായിരുന്നു. 8 അടി പൊക്കം. താണ്ടെ 8 അടി പൊക്കത്തിൽ വലിയ മരം ചക്കയോട് കൂടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറുത് വേണ്ടവർക്ക് താണ്ടെ ചെറുതുകൊണ്ട്. താണ്ടെ ചക്ക കള വീണ് തുടങ്ങിയ പ്ലാവ്. അതേപോലെ തീരെ ചെറിയ തൈ വേണമെങ്കിൽ തീരെ ചെറിയ തൈ ഉണ്ട്. അന്നേരം താണ്ടെ സൈസ് നോക്കി വണ്ടിയിൽ വെച്ചിട്ട് വണ്ടിക്ക് അത് ഇരിക്കത്തില്ല. ആ രീതിക്ക് താണ്ടെ ചരിച്ചിട്ടിട്ടാണ് ആ പ്ലാന്റ് കൊണ്ടുവന്നത്. നല്ല ഉഷാറ് പ്ലാവ്, നല്ല അടിപൊളി പ്ലാവ് ചക്കയോട് കൂടിയിട്ട് തിരക്കി കിടക്കുന്നവർക്ക് ഇനി ഒരു 10-40 എണ്ണം ഇരിപ്പുണ്ട്. അന്നേരം ഇന്ന് വന്ന പ്ലാന്റാണ്. നല്ല പ്ലാവ് നോക്കി വേണ്ടവർക്ക് നേരിട്ട് വന്നു അടിപൊളി പ്ലാവ് കൊണ്ടുപോകാം. താണ്ട് ഇതെല്ലാം ചക്ക കള വീണ് തുടങ്ങിയതാണ്. കള വീണ് തുടങ്ങിയ പ്ലാവാണ്. താണ്ട് അടിപൊളി കളയോട് കൂടിയിട്ടുള്ള പ്ലാവ് കുറച്ച് കൂടുതലുണ്ട്. J33 അല്ല, വിയറ്റ്നാമിൻ്റെ 1 കൊല്ലം കൊണ്ട് കഴിക്കുന്നത് ചുമ്മാ പറയുന്നതല്ല. താണ്ട് 1 കൊല്ലത്തെ വളർച്ച. അല്ല അടിപൊളി കളയോട് കൂടിയിട്ടുള്ള പ്ലാവ്. അതേപോലെ തന്നെ താണ്ട് അടുത്തത് താണ്ട് കളയോട് കൂടിയിട്ട് അടുത്തത് കാണിച്ചാണ്. അഞ്ഞ് കാണിടണം, ചുമ്മാ തള്ളുന്ന ആളൊന്ന് കാണണ്ട. അല്ല അടിപൊളി കളയോട് കൂടിയിട്ടുള്ള പ്ലാവ്. താണ്ടെ അടുത്ത കളയോട് കൂടിയിട്ടുള്ള പ്ലാവേ. താണ്ടെ നോക്കുക, ഫുള്ള് കളയോട് കൂടിയിട്ടേ. അതെടുത്തോ അതങ്ങോട്ട് വെച്ച് അടുത്തടുത്ത്. താണ്ടെ J33 അല്ലാതെ പ്രത്യേക ഇരിപ്പുണ്ട്. അതിന് EVR ഇരിപ്പുണ്ട്. താണ്ടെ അടുത്ത പ്ലാവേ. ഒന്നും നോക്കാനില്ല, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് താണ്ടെ അടുത്ത കളയോട് കൂടിയിട്ടുള്ള പ്ലാവേ. അടുത്ത കളയോട് കൂടിയിട്ടുള്ള പ്ലാവ്, വലിയ പ്ലാവ് പ്രത്യേകം ഇറക്കണം കേട്ടോ.
വലിയ പ്ലാവ്. പ്രത്യേകം സൈഡിലോട്ട് വയ്ക്കണേ, അത് കുറച്ചുണ്ടേ. ഇതാണ്ടേ വലിയ പ്ലാവ്, ഏകദേശം 8 അടി 9 അടി പൊക്കത്തിൽ താണ്ടെ കളയോട് കൂടിയിട്ട് ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. താണ്ടെ വലുത് മുട്ട മരം തിടക്കി ഇറങ്ങുന്നവർക്ക് ഇനി ഇതിൽ കൂടുതൽ വേണമെന്ന് നോക്കിയതാ. ആ ചേട്ടൻ തന്നെ ഏകദേശം ഒരു 6.5 അടി പൊക്കമുണ്ട്. താണ്ടെ 8 അടി 9 അടി പൊക്കത്തിലുള്ള വലിയ പ്ലാവ്, വലിയ മുട്ടം പ്ലാവ്. ഇത് അടുത്ത കഴിഞ്ഞെടുത്തോ. അടുത്ത പ്ലാവ് ചക്കയോട് കൂടിയിട്ടുള്ള അടുത്ത പ്ലാവേ ആ സൈഡിൽ വെച്ചു. ഇനി ചക്കയുള്ള പ്ലാവ് കിട്ടിയില്ലെന്നുള്ള പരാതി വേണ്ട. പക്ഷേ തീരും മുമ്പ് വന്ന് വാങ്ങണം. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. അതും കൂടെ പ്രത്യേകം ഒന്ന് ഓർക്കുക. അതിന് താണ്ടെ അടുത്ത പ്ലാവ്. അന്നേരം സുഹൃത്തുക്കളെ താണ്ടെ തോളയിലിരിക്കുന്ന സാധനം എന്താ നോക്കി. താണ്ടെ പ്ലാവ്, ചക്കയുള്ള പ്ലാവ് കേട്ടോ. നല്ല അടിപൊളി ചക്കയുള്ള പ്ലാവ്. 1 2 3 40ഓളം ചക്കയുള്ള പ്ലാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ആദ്യമേ വരുന്നവർക്ക് അപ്പം മുട്രോസ് എന്ന് പറയുന്നില്ലേ, മലയുടെ അഞ്ഞു പിടിച്ചേടാ, അതായത് പിടിച്ചേ. താണ്ടെ ചക്കയുള്ള പ്ലാവ് സേഫായിട്ട് പിടിച്ച് അങ്ങോട്ട് കൊണ്ട് വെച്ചേ. താണ്ടെ ആശ്രമം മൈതാനത്ത് 2ാം വീട്ടിലൊക്കെ ഉണ്ട്. അതേപോലെ താണ്ടെ ഇനി വന്നേ ഇതാ ചക്ക എവിടെ കിടക്കുന്നത് നോക്കിയത്. താണ്ടെ താഴെ മണ്ണാണ് ഇത്. താണ്ടെ ആശ്രമം മണ്ണാണ്. മണ്ണിൻ്റെ അടുത്ത് താണ്ടെ 1 അടി പൊക്കത്തിൽ താണ്ടെ ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ് താണ്ടെ ഇതും ചക്കയോട് കൂടി 2 ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. താണ്ടെ വേണ്ടല്ല 3 കേട്ടോ. 3 ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. താണ്ടെ അടുത്ത ചക്കയോട് കൂടിയിട്ടുള്ള 2-3 ചക്കയോട് പ്ലാവ്. അതുകൊണ്ട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ. താണ്ടെ ഇതും ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. താണ്ടെ റെഡ് പ്ലാവ്, അതായത് ഡങ്സൂര്യ റെഡ്. അതേപോലെ തന്നെ താണ്ടെ അടുത്ത ചക്കയോട് ഇനി അടുത്തോട്ടൊന്ന് കാണിച്ചോട്. നല്ല പോലെ വൃത്തിയാവണ കാണട്ടെ. നല്ല അടിപൊളി ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. താണ്ടെ അടുത്ത വണ്ടിക്കകത്ത് ഇറങ്ങുന്നത് താണ്ടെ അടുത്ത ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാവ്. 1 2 3 4 എണ്ണം ഉണ്ട്. അടുത്ത താണ്ടെ വാ മുത്തിഞ്ഞ് വന്നേടാ മനെ വാടാ. താണ്ടെ അടുത്ത ചക്കയോട് കൂടിയിട്ടുള്ള അടുത്ത പ്ലാവ്. എന്നാ പിടിച്ചോണ. താണ്ടെ അടുത്ത ചക്കയോട് കൂടിയിട്ടുള്ള അടുത്ത പ്ലാവ്. അതിൻ്റെ തൈ വേണ്ടവർക്ക് തൈയുണ്ട്, വലുത് വേണ്ടവർക്ക് മാത്രം വലുത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ് ഇരിപ്പുണ്ട്. അബിയു ഇരിപ്പുണ്ട്, അതിൽ റംബൂട്ടാൻ കാഴ്ച ഇരിപ്പുണ്ട്. പിന്നെ അബിയു ഇരിപ്പുണ്ട്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അതിനകത്ത് കുറേ വെറൈറ്റി കുടംപുളിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കായോട് കൂടിയിട്ടുള്ള കുടംപുളിയുണ്ട്, കാ പിടിക്കാറായ കുടംപുളിയുണ്ട്. ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കായ്ക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. കാണാം, വാങ്ങാം. നേരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നേരെ ഇനി വന്നേരെ. ഓക്കെ. താണ്ടെ അടുത്ത മാവ് കേട്ടോ. താണ്ടെ പൂവോട് കൂടിയിട്ടുള്ള മാവേ. താണ്ടെ കലപ്പാടി മാവൊക്കെ പൂവോട് കൂടിയിട്ടുള്ളത്. താണ്ടെ നേരെ ഇത് വീട്ടിലേക്ക് മേടിയമക്കിലൊക്കെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ താണ്ടെ പ്ലാവ്, വലിയ പ്ലാവ്. അതേപോലെ തന്നെ താണ്ടെ ചക്കയോട് കൂടിയുള്ള പ്ലാവുകൾ. അതേപോലെ തന്നെ പച്ചക്കറി ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. പേര താണ്ടെ റെഡ് പേര, കായോട് കൂടിയിട്ടുള്ള പേര. അതേപോലെ തന്നെ സപ്പോട്ട കായോട് കൂടിയുള്ള സപ്പോട്ട, ചൈനീസ് ഫിഷ് ഓറഞ്ച്. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളെ താണ്ടെ ഇപ്പം കൊണ്ടുവന്ന ലോഡിലുള്ളത്. അതുകൊണ്ട് അതെല്ലാം ആ ഭാഗത്ത് നോക്കിയത് ഞാൻ ഇച്ചിരി ഒന്ന് മിസ്സായി പോയി. താണ്ടെ കുടംപുളിയൊക്കെ നല്ല മുട്ടാൻ കുടംപുളി കേട്ടോ. താണ്ടെ റെഡ് ഡങ്സൂര്യ റെഡ്. താണ്ടെ പൂത്ത് നിൽക്കുന്ന വലിയ മരങ്ങൾ തിരക്കി കിടക്കുന്നവർ. താണ്ടെ കായോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ കായോട് കൂടിയിട്ടുള്ളത്, പൂവോട് കൂടിയിട്ടുള്ളത്, പല വെറൈറ്റി മാവുകൾ. നാംഡോക്ക് മാവ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ കോട്ടുകോണം ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ മല്ലിക ഇരിപ്പുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ബാക്കിയുള്ള എനിക്ക് അങ്ങോട്ടുണ്ട്. വണ്ടിക്കകത്ത് ഇറക്കി തീർന്നിട്ടില്ല. ഒരുപാട് ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഇറക്കി വെച്ചേക്കുന്ന മാവുകളാണ്. താണ്ടെ പ്ലാവുകളും മാവുകളും ഒക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സമയം പോലെ വന്നു കഴിഞ്ഞാൽ കാണാം. താണ്ടെ ഇപ്പം വന്നേക്കുന്ന ലോഡിനകത്ത് അബിയു പ്ലാന്റ്. താണ്ടെ മരം പോലത്തെ കായ്ച്ച് കഴിഞ്ഞ പ്ലാന്റ്. താണ്ടെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങൾ തിരക്കി കിടക്കുന്നവർക്ക്. താണ്ടെ അടുത്ത 1 2 3 പോട്ട് ഇനിയുണ്ട് കേട്ടോ. ഇനിയും വരാറുണ്ട്. ഇനിയിപ്പോൾ ലോഡിൽ അകത്തോട്ട് ഇരിപ്പുണ്ട്. അതും കൂടെ ഒക്കെ അറിയിക്കും. അതേപോലെ താണ്ടെ അടുത്ത അബിയു പോട്ടെ. റംബൂട്ടാൻ അടിപൊളി റംബൂട്ടാൻ. നല്ല പൂവോട് കൂടിയിട്ടുള്ള റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി റംബൂട്ടാൻ തൈയല്ലാട്ടാ. മരം പൂവോട് കായോട് കൂടിയിട്ടുള്ള മരങ്ങളെ. കായുണ്ടോ നോക്കട്ടെ. അത് പൊഴിഞ്ഞ് പോയാ. താണ്ടെ പൂവോട് കൂടിയിട്ടുള്ള വലിയ മരം റംബൂട്ടാൻ. വലിയ ഡ്രമ്മിലൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താ രസമുള്ള നല്ല അടിപൊളി റംബൂട്ടാൻ്റെ മരങ്ങൾ താണ്ടെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റുകൾ താണ്ടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. താണ്ടെ എല്ലാം ഫ്ലവർ. കാ 1 2 കായ ഉണ്ടായിരുന്നല്ലോ. നോക്കട്ടെ. താണ്ടെ കായില്ല. പൂവാ നിറച്ച് പൂ. കാ പൊഴിഞ്ഞ് പോയി കാണും മിക്കവാറും. അതിനകത്ത് എവിടെയെങ്കിലും കാണാം. നമുക്ക് തപ്പിയെടുക്കാം. ഓക്കെ. അന്നേരം താണ്ടെ റംബൂട്ടാൻ്റെ N18 വെറൈറ്റി വലിയ മുട്ട മരം. താണ്ടെ കണ്ട സൈസ് നോക്കി. അന്നേരം താണ്ടെ റംബൂട്ടാൻ്റെ മരം ഇറക്കുന്നതാണ്. നേരെ ഇനി വരട്ടെ. അടുത്ത കഴിഞ്ഞെടുത്തോ. ചൂടോടല്ലേ. കൂടെ ഇനി വന്നേ. താണ്ടെ ഓരോ മരത്തിൻ്റെ സൈസ് നോക്കുക. ഒരു 10 അടി പൊക്കത്തിലുള്ള മരങ്ങൾ. 10 അടി. താണ്ടെ 9 അടി. ആദ്യമേ വരുന്നവർ നല്ല പ്ലാന്റുകൾ നോക്കി എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. താണ്ടെ നാംഡോക്ക് മാവ്. താണ്ടെ മാങ്ങയോട് കൂടിയിട്ടുള്ള നാംഡോക്ക് മാവേ. താണ്ടെ നാംഡോക്ക് കാ കാണിച്ചില്ലെന്ന് വേണ്ട. താണ്ടെ മാങ്ങയോട് കൂടിയിട്ട് നാംഡോക്ക് വെറൈറ്റി. അതുപോലെ താണ്ടെ അത് കൂടി ഇറക്കിയോ. മറ്റേത് റംബൂട്ടാൻ ഇറക്കി മാറ്റിക്കേ. പോട്ടെ. അടുത്ത റംബൂട്ടാൻ. അടുത്ത വലിയ റംബൂട്ടാൻ. വരട്ടെ. അടുത്ത റംബൂട്ടാൻ പിടിച്ചോ.
അടുത്ത റംബൂട്ടാനെ സൈസ് നോക്കുക, നല്ല സൂപ്പർ സൈസ് പ്ലാന്റ് കേട്ടോ. അടുത്ത റംബൂട്ടാൻ അതേപോലെ തന്നെ ഇതുകൊണ്ട് നാംഡോക്ക് മായിയൊക്കെ വീണ്ടും തൊണ്ടേ പൂവോട് കൂടിയിട്ടൊക്കെ മേളി നിൽപ്പുണ്ട്. അതേപോലെ താണ്ട് റെഡ് പ്ലാവ്, താണ്ടെ കുടംപുളി നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രമ്മിലൊക്കെ നടത്താൻ വേണ്ടി താണ്ടെ കായോട് പൂവോട് കൂടിയിട്ടുള്ള വലിയ കുടംപുളിയെ, വലിയ കുടംപുളി താണ്ടെ പൂ നിറച്ച് താണ്ടെ പൂത്ത് മറിഞ്ഞ് നിൽക്കുവാണേ. താണ്ടെ ഫുള്ള് പൂവാണ്, ഇതെല്ലാം ഫ്ലവറാണ്. താണ്ടെ ഇതെല്ലാം പൂത്ത് കായായിട്ട് വരുന്ന പ്ലാന്റ് കാണാൻ. താണ്ടെ കണ്ട കുടംപുളിയാണ്. മാങ്ങ പോരട്ടെ. താണ്ടെ മാങ്ങ, കലപ്പാടി, മാങ്ങയോട് കൂടിയിട്ടുള്ള കലപ്പാടി മാവ്, കുടംപുളി, അങ്ങനെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഇറക്കുന്നതാണ്. ദാണ്ടെ പൂവോട് കൂടി കായോട് കൂടിയിട്ടുള്ള മാങ്ങ, തട്ടിപ്പോവല്ലേ. ദാണ്ടെ അതേപോലെ തന്നെ ദാണ്ടെ കുടംപുളി അടിപൊളി കുടംപുളി. അതുപോലെ റെഡ് പ്ലാവ്, അതേപോലെ തന്നെ നാംഡോക്ക് മൈ മാവ്. എടാ പൂടെ ചൂടോടെ കൊണ്ട് നിന്നേ, ഒരു ഉഷാറൊക്കെ കൊണ്ട് വരട്ടെ. അടുത്ത പൂവോട് കൂടിയിട്ടുള്ള മാവ്, ദാണ്ടെ വലിയ മാവ്, നിറച്ച് പൂവോട് കൂടിയിട്ടുള്ള അടുത്ത മാവ്, കോട്ടുകോണം മാവ്, മല്ലിക മാവ്. ദാണ്ടെ മാങ്ങയോട് കൂടി 3 മാങ്ങയോട് കൂടിയിട്ടുള്ള മാവ്. 3 മാങ്ങയോട് കൂടിയിട്ടുള്ള അടുത്ത മാവ്. 3 മാങ്ങയോട് കൂടിയിട്ടുള്ള അടുത്ത മാവ്. ദാണ്ടെ അതേപോലെ തന്നെ വലിയ മരങ്ങൾ തിരക്കി ഇറങ്ങുന്നവർക്ക് ദാണ്ടെ ഒരു ഫുൾ ലോഡ് വലിയ മരങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി കിട്ടിയില്ല എന്ന് പരാതി ഒന്നും പറഞ്ഞു കളയരുത്. ദാണ്ടെ അടുത്തത് മാങ്ങയോട് കൂടിയിട്ടുള്ള അടുത്ത കലപ്പാടി, മാങ്ങയോട് കൂടിയിട്ടുള്ള അടുത്ത കലപ്പാടി മാവ്. ദാണ്ടെ മാങ്ങയോട് കൂടിയിട്ട് മാങ്ങ അല്ലേ മാവ് മേടിക്കുമ്പോൾ മാങ്ങ ഫ്രീ, അല്ലെ മാങ്ങ മേടിക്കുമ്പോൾ മാവ് ഫ്രീ. ദാണ്ടെ അടുത്ത കലപ്പാടി മാവ്, മാങ്ങയോട് കൂടിയിട്ടുള്ള കലപ്പാടി മാവ്. 15 പിടിച്ചു കൊടുത്തേ, 15 പിടിച്ചേതാ. എത്ര മാങ്ങടാ? 1 2 3 4 5 മാങ്ങ. അടുത്ത മാങ്ങ മേടിക്കുമ്പോൾ മാവ് ഫ്രീ. ചുമ്മാ പറയുന്നത് നല്ലതാണ്ടേ. താണ്ടെ 2 എണ്ണത്തെ ഇവിടെ ഉണ്ട് കേട്ടോ. താണ്ടെ 2 എണ്ണം ഇവിടെ. താണ്ടെ 3 4 5 6 എണ്ണം. താണ്ടെ അടുത്ത കോട്ടുകുണം മാവ് വലുത്. അതേപോലെ തന്നെ മൽഗോവ ഉണ്ട് കേട്ടോ. മൽഗോവ ഇരിപ്പുണ്ട്, മൽഗോവ മാവ്. താണ്ടെ റെഡ് പ്ലാവ്, റെഡ് ചക്കയുണ്ടോടാ? റെഡിനകത്ത് ചക്കയോ? താണ്ടെ കള വീണ്ടിരിക്കുന്നത്. ചുമ്മാ പറയുന്നതല്ല. താണ്ടെ ഇറങ്ങുമ്പോൾ ഓരോന്നും ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ളൂ. ആദ്യമേ വരുന്നവർക്ക് അപ്പം മുട്ടോസ്റ്റും എന്ന് പറയുന്നത് ചുമ്മാ ഒന്നും അല്ല. നല്ല നോക്കിയിട്ട് ആദ്യമേ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാം. താണ്ടെ അടുത്ത റെഡ് പ്ലാവ്, ചക്കയുള്ളത് കൊണ്ടുപോകുന്നു. ആശ്രമത്താണേ. താണ്ടെ അടുത്ത നാംഡോക്ക് മായിയുടെ വലിയ മരം, നാംഡോക്ക് മായിയുടെ പൂവോട് കൂടിയിട്ടുള്ള വലിയ മരം ഇറക്കുന്നതാണേ. താണ്ടെ നാംഡോക്ക് മായിയുടെ വലിയ മരം. താണ്ടെ സെറ്റ്. അടുത്ത മരമേ. ഇറക്കി. താണ്ടെ നാംഡോക്ക് മൈ മാവിൻ്റെ മരമേ, പൂവോട് കൂടിയിട്ടുള്ള മരം. താണ്ടെ പൂവോട് കൂടിയിട്ട്. അതേപോലെ തന്നെ അടുത്തത് അത് നാംഡോക്ക് ഇരിപ്പുണ്ട്. അറ്റത്തിരിക്കുന്നത്. അടുത്ത മാങ്ങയോട് കൂടിയിട്ടുള്ള അടുത്ത മരമേ, മാങ്ങയോട് കൂടിയിട്ട്. താണ്ടെ 1 2 3 4 മാങ്ങയോട് കൂടിയിട്ടുള്ള അടുത്ത മരമേ.